പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലൊന്ന് നീക്കം തന്നെ ആമീൻ. നമുക്കൊരു നിമിഷം തലകളെ വണക്കാം, ഇപ്രകാരം പ്രാർത്ഥിക്കാം. കർത്താവെ, ദൈവീക വചനങ്ങളുടെ സാരാംശങ്ങളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നിൻ്റെ പരിശുദ്ധാത്മാവ് അവയെ പൊരുൾ തിരിച്ചു തരുവാൻ വേണ്ടി നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. അതാ ദൈവമേ, വ്യർത്ഥമായ ആലോചനകളാലും പ്രാർത്ഥനകളാലും ഞങ്ങളുടെ സമയങ്ങളെ ഞങ്ങൾ വൃഥാവാക്കാതെ നിൻ്റെ ദൈവീക രഹസ്യങ്ങളുടെ സാരാംശങ്ങളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ബോധങ്ങളെ നിൻ്റെ സന്നിധിയിലേക്ക് നീ ചേർത്ത് അടുപ്പിച്ച് നിർത്തിക്കൊള്ളണമേ. തിരുസാന്നിധ്യത്തിൻ്റെ സുഗന്ധം ഞങ്ങൾ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മശരീര ദേഹികളെ നീ ശുദ്ധീകരിക്കുകയും നിൻ്റെ ദൈവികമായ കൃപയുടെ ആവാസത്താൽ ഞങ്ങൾ സന്തുഷ്ടരാകുകയും ചെയ്യുമാറാകണമേ. ദൈവകർത്താവെ, വചനം ഗ്രഹിക്കുവാനും പഠിക്കുവാനും വന്നിരിക്കുന്ന എൻ്റെ മക്കളെ എല്ലാവരെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കൃപയോടുകൂടി എൻ്റെ വചനങ്ങളുടെ പൊരുളുകൾ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളുടെ വയലുകളെ നീ പ്രകാശിപ്പിക്കുകയും നല്ല നിലത്ത് വീഴുവാൻ തക്കവണ്ണവും ഞങ്ങളെ ശുദ്ധീകരിച്ച് ജീവവൃക്ഷമായ നിന്നെ ഞങ്ങളുടെ ഹൃദയവയലുകളിൽ വളർത്തി നല്ല ഫലം കായ്ക്കുവാനും ഇടയാകുമാറാകണമേ. ഈ പരിശുദ്ധ നൊയമ്പിൽ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുവാൻ നിൻ്റെ വചന പഠനങ്ങൾ ഞങ്ങൾക്ക് മുഖാന്തരങ്ങളാകണമേ. ദൈവമാതായ പരിശുദ്ധ കന്യമർത്തിമറിയാമിൻ്റെയും ഞങ്ങൾ ആരുടെ സുവിശേഷം പഠിക്കുന്നുവോ ആ യോഹന്നാൻ ശ്ലീഹായുടെയും നിൻ്റെ സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാലും അപേക്ഷകളാലും തന്നെ ആമീൻ. കർത്താവിൽ സ്നേഹമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 7-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 7-ാം അധ്യായം 40-ാം വാക്യം വരെ നമ്മൾ പഠിച്ചിരുന്നു. ഇനിയും അതിനുശേഷമുള്ള ഭാഗങ്ങളിലേക്ക് അല്പസമയം നമ്മുടെ ശ്രദ്ധ തിരിക്കാം. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ യോഹന്നാൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് രഹസ്യങ്ങളുടെ കലവറയാണ്. യോഹന്നാന് വെളിപാടുകൾ ലഭിച്ചിട്ടുള്ള പ്രിയ ശിഷ്യനായിരുന്നതിനാൽ അദ്ദേഹം ദൈവിക മർമ്മങ്ങളുടെ ഒരു കാര്യവിചാരകനാണ്. കോരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ ഒരു സുവിശേഷകൻ, പ്രത്യേകിച്ച് പുരോഹിതന്മാർ, അവരുടെ പ്രധാന ദൗത്യം എന്തായിരിക്കണമെന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. ശ്ലീഹ പറയുകയാണ്, ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. 1 കോരിന്ത്യർ 4-ാം അധ്യായം 1-ാം വാക്യമാണ്. ഹോശയ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യം വായിച്ചാലും തത്തുല്യമായ ഒരു വചനം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഹോശയ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യം. പരിജ്ഞാനമില്ലായകയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെ ത്യജിച്ചു കളയും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളെന്ന് പറഞ്ഞാൽ എന്നെപ്പോലെയുള്ളവർ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാം നേടി എന്ന് പറഞ്ഞാലും, ഇടവക എത്ര ഭംഗിയായി ഭരിച്ചു എന്ന് പറഞ്ഞാലും, ദൈവിക മർമ്മങ്ങളുടെ കാര്യഗ്രഹവിചാരകൻ അല്ലെങ്കിൽ കാര്യഗ്രഹവിചാരകത്വം ഒരു പുരോഹിതനിൽ ബൈ ഡീഫോൾട്ട് നിക്ഷിപ്തമാണ്. പട്ടം കൊടുക്കുമ്പോൾ മർമ്മങ്ങൾ, രഹസ്യങ്ങൾ അറിയുവാനും പൊരുൾ തിരിച്ച് വ്യാഖ്യാനിക്കുവാനുള്ള വരം അതിനോട് ചേർന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഏത് വരം കൊടുത്താലും അത് നമ്മൾ റിട്രീവ് ചെയ്തില്ലെങ്കിൽ അവിടെ ഇരുന്ന് നശിച്ചു പോകും. നിങ്ങൾക്കും അതുപോലൊരു വരമുണ്ട്. നിങ്ങളിലും സകല കൃപാവരങ്ങളും പരിശുദ്ധ മാമോദീസായിൽ ലഭിച്ചതാണ്. പക്ഷേ പലപ്പോഴും ഈ കൃപാവരങ്ങളൊന്നും ഉപയോഗിക്കാൻ നമുക്ക് പറ്റുന്നില്ല.
രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പുരോഹിതൻ മാത്രം പ്രാർത്ഥിച്ചാലല്ല സുഖപ്പെടേണ്ടത്, വിശ്വാസികൾ പ്രാർത്ഥിച്ചാലും സുഖപ്പെടണം. കാരണം അതൊരു വരമാണ്. നമ്മൾ ആ വരം എടുത്ത് ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ഉള്ളിലെ ഇരുളിനെ ശാസിക്കാൻ നമ്മളോട് പൗലോസ്ലീഹ വചനത്തിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. ഇരുളിൻ്റെ പ്രവൃത്തികളെ ശാസിക്കുക അത്ര വേണ്ടത്. നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഇരുളിൻ്റെ പ്രവൃത്തിയെ ശാസിച്ചിട്ടുണ്ടോ? അതിനുള്ള വരം നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നുവെന്ന് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിലുണ്ട്. എടുക്കാമോ? ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ ഇപ്രകാരം പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. 1-ാം അധ്യായം, ഗലാത്യ ലേഖനമല്ല, എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിലാണ്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ഒന്നിനും കുറവില്ലാത്തവരായി എന്നാണ്. 1 കൊരിന്ത്യർ 1:7 വായിക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 7-ാം വാക്യം. അവിടെ ഒരു വചനം ഇപ്രകാരം പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ഇതെല്ലാം കൃപാവരങ്ങളാണ്. നമ്മളിതെല്ലാം ഉണ്ട്, പക്ഷേ നമുക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല. പഴയ മലയാളത്തിൽ പറയത്തില്ലേ, എറിയാനറിയാം, വടിയുണ്ട്, പക്ഷേ എടുത്ത് ഉപയോഗിക്കത്തില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? എറിയാൻ അറിയാൻ വയ്യാത്തവർ വടിയെടുത്ത് എറിയുകയാണ്. അവിടെ എവിടെയൊക്കെ കൊള്ളുകയാണ്. അവിടെ എവിടെയൊക്കെ കൊള്ളുമ്പോൾ അതിൽ നിന്ന് വീഴുന്ന ഫലങ്ങൾ കണ്ടിട്ട് എല്ലാവരും അതിൻ്റെ പുറകെ ഓടുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം നിങ്ങൾക്ക് മനസ്സിലായോ എന്നെനിക്കറിയത്തില്ല. എറിയാൻ അറിയാവുന്നവർ വടി കയ്യിൽ വെച്ചിട്ട് വടി ഒടിച്ചു മടക്കി അല്ലെങ്കിൽ പൂഴ്ത്തി കെട്ടി ഷോക്കേസിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു വടിയാണ്, ഈ കൈയിരിക്കുന്ന ഒരു വടിയാണ്. ഇതെടുത്ത് ധ്യാനിക്കുകയും ഇതിനോട് ദാഹത്തോടുകൂടി സമീപിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ദൈവിക കൃപാവരങ്ങൾ നമ്മളിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ച പോലെ നമ്മളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ദൈവിക ജ്ഞാനത്തിൻ്റെ മർമ്മം നമ്മളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത്? കർത്താവ് നമ്മളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നുകൊണ്ടാണ്. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ ഗുപ്തമായിരിക്കുന്നു. കൊലോസ്യർക്ക് ലേഖനം എടുക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം എടുക്കാമോ? കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്. കർത്താവിനെക്കുറിച്ച് പൗലോസ്ലീഹ പറയുകയാണ് 2-ാം അധ്യായത്തിൽ 3-ാം വാക്യം, അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വചനങ്ങളൊക്കെ ഗുപ്തമായിട്ടിരിക്കുന്നു. ആരിൽ? യേശുക്രിസ്തുവിൽ. കർത്താവിനെ പറ്റി പറയുകയാണ്. ഇനി 2-ാം വാക്യം ഒന്ന് വായിച്ചേ. 2-ാം വാക്യം, അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും. അത്രയും മതി. ക്രിസ്തു എന്നത് ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനമാണ്, വിവേകപൂർണതയുടെ സമ്പത്താണ്. ഈ 2 വാക്കുകളും വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. ഇപ്പം തൽക്കാലം അങ്ങനെ അങ്ങ് മനസ്സിലാക്കുക, നമ്മുടെ ടോപ്പിക്ക് അതല്ലാത്തത് കൊണ്ട്. ഈ വിവേകവും ജ്ഞാനവും നമ്മളിലേക്ക് വരണമെങ്കിൽ എന്തുണ്ടാവണം? അവനെ സ്വീകരിക്കുക, അവനെ ഉള്ളിലാക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന അനുഭവിക്കുക എന്ന് മാത്രമല്ല, ഈ അനുഭവിച്ച വിശുദ്ധ കുർബാനയെ ജീവനായിട്ട് ഉള്ളിൽ അത് വളരണം. വിശുദ്ധ കുർബാന അനുഭവിച്ചുകൊണ്ട് മാത്രം ആയില്ല, ആ വിശുദ്ധ കുർബാന അനുഭവിച്ചത് ജീവനായി നമ്മുടെ ഉള്ളിൽ വളർത്തിയില്ലെങ്കിൽ അതിന് വചനധ്യാനത്തിലൂടെ പറ്റത്തുള്ളൂ. വചനം ഉള്ളിൽ കയറാതെ വിശുദ്ധ കുർബാന ആക്ടിവേറ്റ് ആകത്തില്ല എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെ വചനം ഉള്ളിൽ ആക്ടിവേറ്റ് ആകുമ്പോൾ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നവൻ നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ആ പരിജ്ഞാനം നമുക്ക് തരും. അങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം നമ്മൾ പ്രാപിക്കുന്നത്. ക്രിസ്തു തന്നെ പരിജ്ഞാനമാകുന്നു. ആ പരിജ്ഞാനം നമ്മൾ പ്രാപിച്ചെടുക്കുകയാണ്. അതായത് ക്രിസ്തുവിനെ പറ്റി അറിയുന്നതല്ലത്, അതറിയണം. ഇപ്പം നമ്മൾ വേദപുസ്തകത്തെ 2 രീതിയിൽ കാണാം. അക്കാഡമിക്കലായിട്ട് കാണാം, ജീവനും ആത്മാവുമായിട്ട് കാണാം.
കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ആ ആത്മാവിനും ജീവനും കുറച്ചും കൂടെ ഒരു കാര്യങ്ങളുടെ ഒരു ശ്രദ്ധ കിട്ടുവാൻ വേണ്ടി ഇതിനെ പറ്റി നമുക്ക് പഠിക്കാം. ഇതെന്നെഴുതി, ആരെഴുതി, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഏത് സാഹചര്യത്തിൽ എഴുതി, എന്തിനു വേണ്ടി എഴുതി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് എന്തിനാണ്? ഈ ആത്മാവിനും ജീവനും സാധ്യതയേറുവാനാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ അക്കാഡമിക്കൽ ലെവലിൽ ഇതങ്ങ് ഒതുക്കുകയാണ്. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ജീവനും ആത്മാവും എന്ന് പറഞ്ഞാൽ വചനത്തിൽ വേരൂന്നുമ്പോൾ ആ വചനത്തോടൊപ്പം കർത്തൃ സാന്നിധ്യത്തെ നമ്മൾ തിരിച്ചറിയുന്നതിനാണ് ജീവനും ആത്മാവെന്ന് പറയുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് ജീവനും ആത്മാവുമാണ്. അപ്പോൾ അതിൻ്റെ രഹസ്യങ്ങളുടെ മർമ്മങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ എല്ലാവരിലും ഈ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ ഗുപ്തമായിരിക്കുന്നവൻ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ കൊലോസ്യ ലേഖനത്തിലുള്ള അതിമനോഹരമായ ഒരു വാക്യമാണ്, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. 2-ാം അധ്യായം 9-ാം വാക്യമാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായിട്ട് വസിക്കുന്നത്. കൊലോസ്യരിൽ അങ്ങനെ ഒരുപാട് വചനങ്ങളുണ്ട്. 1-ാം അധ്യായത്തിൽ തന്നെ അതിമനോഹരമായ വചനമുണ്ട്. 14-ാം വാക്യം തൊട്ട്, അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായുള്ളതും അദൃശ്യമായുള്ളതും സിംഹാസനങ്ങളാട്ടെ, വാഴ്ചകളാട്ടെ, കർത്തൃത്വങ്ങളാട്ടെ, അധികാരങ്ങളാട്ടെ, സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവ്വത്തിനു മുമ്പേയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരം തലയും ആകുന്നു. ഇങ്ങനെ ക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാനപരമായ വർണ്ണനകൾ നിറച്ചു വച്ചിരിക്കുന്ന ലേഖനമാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇത്രയേ ഉള്ളൂ. ഈ മർമ്മത്തിൻ്റെ, ഈ പരിജ്ഞാനത്തിൻ്റെ, ദൈവീക രഹസ്യങ്ങളുടെ കലവറകളാണ് നമ്മളെല്ലാവരും, പ്രത്യേകിച്ചും പുരോഹിതന്മാർ. അപ്പോൾ ഇതെടുത്ത് ഉപയോഗിക്കാനൂടെ നമ്മൾ പഠിച്ചിരിക്കുകയും അറിഞ്ഞിരിക്കുകയും വേണം. അതുകൊണ്ട് നമ്മൾ ആരും കുറവുള്ളവരല്ല. നിങ്ങൾ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകന്മാരും അതുപോലെ തന്നെ ദൈവ മർമ്മങ്ങളുടെ കാര്യസ്ഥരുമാണെന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നിലും കുറവില്ലാത്തവരാണെന്നും പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ആ മർമ്മങ്ങൾ നമുക്ക് തെളിഞ്ഞു വരുവാൻ, അല്ലെങ്കിൽ അത് നമുക്ക് ലഭിക്കുവാൻ വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് തന്നെ തുറന്നു തന്നെങ്കിൽ മാത്രമേ അത് നമുക്ക് വെളിവാകുകയുള്ളൂ. ശ്രദ്ധയോടെ കാൽപാദത്തിലിരിക്കുന്നവർക്ക് മാത്രമേ ആരാധകരാകുവാൻ സാധിക്കുകയുള്ളൂ. ശ്രദ്ധയോടെ കാൽപാദത്തിലിരിക്കുന്നവൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ ആരാധന ഉടനടി ദൈവം കേൾക്കുകയും ചെയ്യും. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞതാണ്. അതായത് മാർത്തയും മറിയയും കർത്താവിനെ ഓടിച്ചെന്ന് കാര്യം അവതരിപ്പിച്ചപ്പോൾ, മറിയ കാര്യം അവതരിപ്പിച്ചപ്പോൾ പെട്ടെന്ന് കർത്താവിൻ്റെ ഉള്ളം കലങ്ങി. മാർത്ത കാര്യം പറഞ്ഞപ്പോൾ കർത്താവ് അങ്ങോട്ട് തിരിച്ച് വേദശാസ്ത്രങ്ങൾ പറയുക. ശ്രദ്ധിച്ചായിരുന്നു, കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഉടനെ കർത്താവ്, നിൻ്റെ സഹോദരൻ ജീവിക്കും. അപ്പോൾ ഇവൾ അത് ഒടുക്കത്തെ നാളിലൊക്കെ ജീവിക്കും, അതെനിക്കറിയാം. കാരണം കർത്താവ് പറയുന്നത് ഇവക്ക് മനസ്സിലാവുന്നില്ല. കർത്താവ് അത് മനസ്സിലാക്കിയിട്ട് തന്നെ കുറച്ചും കൂടെ ഡോസ് കൂട്ടി അങ്ങോട്ട് കൊടുക്കുക. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകും. ഇവക്കൊന്നും പിടിയിട്ടില്ല. ഇവൾ ഓടി മറിയയുടെ അടുത്ത് പോയി. മറിയയോട് പറഞ്ഞു, ഗുരു വിളിക്കുന്നെന്ന് പറഞ്ഞു. വിളിച്ചുകൊണ്ട് വന്നു. മറിയ ആദ്യം ചെയ്തെന്താ? കാൽക്കൽ വീണു. അതാണ് ഒരു ആരാധകൻ കാൽക്കൽ വീഴും. കർത്താവിനെ അറിഞ്ഞങ്ങോട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ കാൽപാദത്തിലിരിക്കുക, വെറുതെ ഇരുന്ന് തിരുവചനങ്ങളെ ധ്യാനിക്കുകയും ഒന്നും പ്രാർത്ഥിക്കേണ്ട, വെറുതെ ഇരിക്കുക. ചിലപ്പോൾ ഒന്നും തിരുവചനം പോലും വായിക്കേണ്ട. ചിലപ്പോൾ വെറുതെ ദൈവസന്നിധിയിൽ ഇരുന്നാൽ തന്നെ മർമ്മങ്ങൾ വെളിവായി വരും. കാരണം കർത്താവിന് നമ്മോട് സംസാരിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഉപാധി തിരുവചനമാണ്. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് തിരിച്ചു വരാം. 7-ാം അധ്യായം 40-ാം വാക്യം വരെയാണ് നമ്മൾ പഠിച്ചത്. ആ 40-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്:
പുരുഷാരത്തിൽ പലരും ആ വാക്ക് കേട്ടിട്ട് ഇവൻ സാക്ഷാൽ ആ പ്രവാചകൻ ആകുന്നു എന്ന് പറഞ്ഞു. അവിടെ വരെയാണ് നമ്മൾ പഠിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഇപ്രകാരമാണ്: പഴയ നിയമത്തിൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം മോശ അല്ലാതെ ഒരു പ്രവാചകൻ ഇല്ല. പ്രവാചകന്മാരുണ്ട്, പക്ഷേ മോശയാണ് അവരുടെ പ്രവാചകന്മാരിൽ ഏറ്റവും വലിയവൻ എന്ന് ആവർത്തന പുസ്തകം 33-ാം അധ്യായം അവസാനത്തെ വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 34-ാം അധ്യായം അവസാനത്തെ വാക്യം, അതായത് 12-ാമത്തെ വാക്യം. യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. കണ്ടോ, പിന്നെ ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. ഏലിയാവുണ്ട്, ഏലീശയുണ്ട്, പ്രവാചകന്മാർ അനേകരുണ്ട്. പക്ഷേ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പിതാവായിട്ട് അബ്രഹാമും പ്രവാചകനായിട്ട് മോശയുമാണ്. എന്നാൽ ഈ മോശ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? 18-ാം അധ്യായം 18-ാം വാക്യം വായിക്കൂ. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 18-ാം വാക്യം. ആ മോശ പറയുകയാണ്, 18-ാം അധ്യായം 18-ാം വാക്യം: നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേലാക്കും. ഇത് മോശ പറയുന്നതല്ല, മോശയോട് ദൈവം പറയുന്നതാണ്. നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേലാക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. അപ്പോൾ അവൻ എൻ്റെ നാമത്തിൽ പറയുന്ന എൻ്റെ വചനങ്ങൾ യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. അങ്ങനെ മോശയോട് ദൈവം സാക്ഷീകരിക്കുകയാണ്, നിന്നേക്കാളിൽ മികച്ച ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും. ഇതിൻ്റെ ഒരുപാട് റെഫറൻസസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏശയ്യാ 50:16, യോഹന്നാൻ 7:40, അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 3:22, അപ്പോസ്തല പ്രവൃത്തി 7:37 മുതലായ ഭാഗങ്ങളിലെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാക്യങ്ങൾ, വചനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. 40-ാം വാക്യത്തിൽ പുരുഷാരത്തിൽ പലരും ആ വാക്ക് കേട്ടിട്ട് ഇവൻ സാക്ഷാൽ ആ പ്രവാചകനാകുന്നു എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ പറഞ്ഞ ഏത് പ്രവാചകനാകുന്നു എന്നുള്ളത് പറയാമോ? മോശയോട് ദൈവം ഒരു പ്രവാചകൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുരുഷാരത്തിൽ ചിലർ, എല്ലാവരും അല്ല, ചിലർ ഇത് ആ പ്രവാചകൻ തന്നെയാണ് എന്ന് പറയുകയാണ്. വേറെ ചിലർ ഇവൻ ക്രിസ്തു തന്നെ എന്നും, മറ്റു ചിലർ ഗലീലയിൽ നിന്നാണോ ക്രിസ്തു വരുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഈ പുരുഷാരത്തിൽ പല പല ഗ്രൂപ്പുകളാണ്. പള്ളിയിലൊക്കെ ഉള്ളതുപോലെ തന്നെ പല പല ഗ്രൂപ്പുകളാണ്. ഒരു കൂട്ടർ ചോദിക്കുകയാണ്, ഇവൻ ക്രിസ്തു തന്നെയാണോ? ചിലർ പറയാണ് ഇവൻ ക്രിസ്തു തന്നെയാണ്. ചിലർ പറയുന്നു ആ പ്രവാചകനാണ്, ക്രിസ്തു ഒന്നും ആയിരിക്കണമെന്നില്ല, ആ പ്രവാചകൻ ഇവനായിരിക്കും. ചിലർ ക്രിസ്തു തന്നെയാണെന്ന് പറയുന്നു. ചിലർ പറയുന്നു അതെങ്ങനെയാ ശരിയാവുന്നത്? ഗലീലയിൽ നിന്നാണോ ക്രിസ്തു വരുന്നത്? ക്രിസ്തു എവിടെ നിന്നാണ് വരുന്നത് എന്നാണ് യഹൂദന്മാരുടെ വിശ്വാസവും പ്രവചനവും. പ്രവചനം എന്താണ്? ബേത്ലഹേമിലെ യഹൂദയെ നീ ചെറുതല്ല, ദാവീദിന്റെ ഗോത്രത്തിൽ യഹൂദയെ ഭരിക്കാനുള്ള രാജാവ് നിന്നിൽ നിന്നും പുറപ്പെടും. അപ്പോൾ എവിടെ നിന്ന് വരണം ക്രിസ്തു? ബേത്ലഹേം, യഹൂദയിൽ നിന്ന് വരണം. യഹൂദ, ഗാലിലി, ശമറിയ, ഇത് മൂന്നുമാണ് ഇസ്രായേൽ രാജ്യത്തിൻ്റെ ഒരു പ്രധാന ജോഗ്രാഫിക്കൽ ഏരിയ എന്ന് പറയുന്നത്. വേദപുസ്തകപരമായി കർത്താവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ അതിൽ യഹൂദയാണ് തെക്കേ അറ്റത്ത് കിടക്കുന്നത്, ഗലീലയാണ് വടക്കേ ഭാഗത്ത് കിടക്കുന്നത്, ഇടയ്ക്കാണ് എന്ത് കിടക്കുന്നത്? ശമരിയ കിടക്കുന്നത്. നിങ്ങൾ പുതിയ ഓഡിയൻസ് ആയതുകൊണ്ട് പറയാം, ഇത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കേരളത്തെ ഒന്ന് കാണുവാണെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം ഭാഗമല്ല യഹൂദിയ. അത് കഴിഞ്ഞുള്ള പത്തനംതിട്ട മുതൽ, അല്ലെങ്കിൽ പത്തനംതിട്ട ഭാഗം ശമറിയ. അത് കഴിഞ്ഞ് തിരുവല്ല മുതൽ കോട്ടയം അല്ലെങ്കിൽ എറണാകുളം വരെ ഗാലിലി. ഇങ്ങനെ വിചാരിക്കുക. ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, ഈ യഹൂദന്മാരുടെ തെക്കേ വശത്ത് കിടക്കുന്നവരും ഗലീലയിലുള്ള യഹൂദന്മാരും ഈ ശമരിയക്കാരോട് എതിർപ്പാണ്. അവർ കൈത്തമാണ്.
കാരണം അത് ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട്. അതൊക്കെ മുന്നിലുള്ള ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ തിരുവനന്തപുരത്തു നിന്ന് എറണാകുളത്ത് പോകാൻ ഈ പത്തനംതിട്ട കൂടെ അല്ലാതെ വേറെ വഴിയില്ല. അതുവഴി പോയി കഴിഞ്ഞാൽ യവന്മാർ പിടിച്ച് തല്ലിയടിക്കുകയൊക്കെ ചെയ്യും, അസഭ്യവാക്കുകൾ പറയും, മണ്ണ് വാരി എറിയും, ഇങ്ങനെയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ശമരിയാസ്ത്രീയെ കാണുവാൻ പോകുമ്പോഴും ശമരിയിൽ കൂടി കടക്കുമ്പോഴൊക്കെയും യോഹന്നാൻ കർത്താവിന് വാണിംഗ് കൊടുക്കുന്നത്, അയ്യോ അതുവഴി പോകണോ, നീ പോയപ്പോൾ തന്നെ അവർ ആക്രമിക്കാൻ വരുമ്പോൾ ഇവരെ ആകാശത്ത് നിന്ന് തീയിറക്കി അങ്ങ് നശിപ്പിക്കാനൊക്കെ യോഹന്നാൻ പറയുന്നത്. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, മനുഷ്യപുത്രൻ ആത്മാക്കളെ നശിപ്പിക്കുവാനല്ല രക്ഷിപ്പാനത്രേ വന്നത് എന്ന് യോഹന്നാനെ ശകാരിക്കുന്നുണ്ട്, ഈ യോഹന്നാനെ. അപ്പോൾ ഗലീലയിൽ നിന്നല്ല ക്രിസ്തു വരുന്നതെന്നാണ് പ്രവചനം എന്ന് ഒരു കൂട്ടർ വാദിക്കുകയാണ്. അതുകൊണ്ട് ഇവൻ ക്രിസ്തു അല്ല. ക്രിസ്തുവിന് എവിടെ നിന്നാണ് വരുന്നത്? 42-ാം വാക്യം, ദാവീദിൻ്റെ സന്തതിയിൽ നിന്നും ദാവീദ് പാർത്ത ഗ്രാമമായ ബേത്ലഹേമിൽ നിന്നും ക്രിസ്തു വരുന്നു എന്ന് തിരുവെഴുത്തുകൾ പറയുന്നില്ലയോ എന്ന് പറഞ്ഞു. കാരണം ഇവർക്ക് ക്രിസ്തു എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാം. അത് 27-ാം വാക്യം ഒന്ന് വായിച്ച്. 27-ാം വാക്യം, ഈ അധ്യായത്തിൽ തന്നെ 27-ാം വാക്യം, എങ്കിലും ഇവൻ എവിടെ നിന്നു എന്നും നാം അറിയുന്നു, ക്രിസ്തു വരുമ്പോഴോ അവൻ എവിടെ നിന്ന് ആരും അറിയില്ല എന്ന് പറഞ്ഞു. ഈ പല ഗ്രൂപ്പുകളാണ്, പല അഭിപ്രായങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്കാണ് യഹൂദന്മാരും പരീശന്മാരും സാദുക്യരും എല്ലാവരും കൂടെ ചേർന്ന് കൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുന്ന മറ്റൊരു ഗ്രൂപ്പ്. ഇപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 43-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അങ്ങനെ പുരുഷാരത്തിൽ ഒരു ഭിന്നതയുണ്ടായി. വലിയ കൂട്ടമാണെന്ന് ആലോചിക്കണം. ഇവിടെ എന്താണ് സംഭവം? ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ കർത്താവ് നിൽക്കുന്നതെന്നറിയാമോ? ഓർക്കുന്നുണ്ടോ? ഏത് പെരുന്നാളാണ്? കൂടാര പെരുന്നാൾ സമയമാണ്. വളരെയധികം ജനങ്ങളുണ്ട്. ആ ജനങ്ങളുടെ ഇടയ്ക്കാണ് ഈ ഭിന്നതയുണ്ടായിരിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരാളെ വിലയിരുത്തേണ്ടത് എങ്ങനെയാണ്? 2 രീതിയിലാണ് ഒരാളെ വിലയിരുത്താൻ നമുക്ക് സാധിക്കുക. നമ്മൾ വിലയിരുത്താൻ ആരുമല്ല, എന്നാലും ഒന്നുകിൽ ഇവൻ എവിടെ നിന്നാണ് ഇവൻ്റെ ഒറിജിൻ എന്നറിയണം, അല്ലെങ്കിൽ ആ ഒറിജിൻ അറിയത്തില്ലെങ്കിൽ ആ ആളുടെ ലക്ഷ്യം എന്താണെന്നറിയണം. ഈ 2 കാര്യങ്ങൾ കൊണ്ട് ഒരാളെ നമുക്ക് വിലയിരുത്താൻ പറ്റും. ഇവർക്ക് ക്രിസ്തു എവിടെ നിന്നാണ് എന്നുള്ളതിനെപ്പറ്റി വലിയ ധാരണ ഇല്ല, അല്ലെങ്കിൽ ഇല്ലെന്ന് നടിക്കുന്നു. പക്ഷേ ഇവരോട് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത്. ഈ അധ്യായത്തിൽ മുഴുവനും അതാണ്. ഞാൻ പിതാവിൽ നിന്ന് വന്നതാണ്, ഞാൻ പിതാവിലേക്ക് പോവുകയാണ്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി പിതാവിൻ്റെ പ്രവൃത്തിയാണ്. നിങ്ങളത് കണ്ടിട്ട് എന്നെ വിശ്വസിച്ചോ, കാരണം പ്രവൃത്തി നിമിത്തമെങ്കിലും വിശ്വസിപ്പീൻ. അങ്ങനെ ആ പ്രവൃത്തി കാരണം ക്രിസ്തുവിനെ ഇവർക്ക് അറിയാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അവരുടെ എല്ലാം ഹൃദയം ഇരുണ്ടുപോയി. ഈ ജനം അധരം കൊണ്ട് മാത്രം എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം തടിച്ച് കൊഴുത്ത ഇരുണ്ടിരിക്കുന്നു എന്ന് പ്രവചനം തന്നെയുണ്ട്. അതുകൊണ്ട് അങ്ങനെ പുരുഷാരത്തിൽ അവനെ ചൊല്ലി വലിയ ഭിന്നതയുണ്ടായി. അവരിൽ ചിലർ അവനെ പിടിപ്പാൻ ഭാവിച്ചു, എങ്കിലും ആരും അവൻ്റെ മേൽ കൈവച്ചില്ല. ഒരു മനുഷ്യനും അവൻ്റെ മേൽ കൈവയ്ക്കുവാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? കാരണം ഇത്രയേ ഉള്ളൂ, അതിൻ്റെ നാഴിക വന്നില്ല, അത്രയേ ഉള്ളൂ. ഈ പലതവണ യേശുവിനെ കൊല്ലുവാൻ ആഗ്രഹിച്ചിരുന്നവരുടെ അടുക്കൽ നിന്ന് വളരെ വിദഗ്ധമായോ എങ്ങനെയോ കർത്താവ് മാറിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മാറി നിന്നിട്ടുണ്ട്, രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ കർത്താവ് തന്നെയാണ് സ്വയമായിട്ട് നാഴിക വന്നപ്പോൾ പിടിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തത്. ഈ സമയത്തും യേശുവിനെ പിടിച്ച് കൊല്ലുവാൻ അവർ നോക്കിയിരുന്നു, എങ്കിലും ആരും അവൻ്റെ മേൽ കൈവച്ചില്ല. ഇതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. കൈവയ്ക്കുവാനും കൊല്ലുവാനും ഒരു കൂട്ടർ ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ ഇവനെ രാജാവാക്കുവാൻ ഇപ്പുറത്തൊരു കൂട്ടമുണ്ട്. അവരെ ഭയന്നുകൊണ്ട് യേശുവിനെ അവർ അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചെങ്കിലും അവൻ്റെ മേൽ കൈവയ്ക്കുവാൻ അവർക്ക് ധൈര്യം വന്നില്ല. 45-ാം വാക്യം, അപ്പോൾ ചേവകർ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും അടുക്കൽ മടങ്ങി വന്നപ്പോൾ അവർ അവരോട്
അവർ അവരോട് നിങ്ങൾ കൊണ്ടുവരാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ തിരിച്ചു പറഞ്ഞു, എന്താണ്? ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് ചേവകർ ഉത്തരം പറഞ്ഞു. ഈ ചേവകർ ഈ മഹാപുരോഹിതന്മാരുടെ അനുയായികളോ അല്ലെങ്കിൽ അവർ അയച്ചവരോ ആണ്. ഇവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇവൻ എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സീക്രട്ട് ഏജൻസി പോലെ വിട്ടതാണ്. അപ്പോൾ അവർ ചെന്ന് മഹാപുരോഹിതന്മാരുടെ അടുത്ത് പറയുകയാണ്, ഈ മനുഷ്യൻ സംസാരിച്ചതുപോലെ ആരും ഇന്നേ വരെ സംസാരിച്ചിട്ടില്ല. മഹാപുരോഹിതന്മാർ ചോദിച്ചു, നിങ്ങൾ എന്താ അവനെ കൊണ്ടുവരാഞ്ഞത്? നമ്മളിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. കർത്താവിനെ പിടിക്കുവാൻ വേണ്ടി പോയവരാണത്. അല്ലെങ്കിൽ കർത്താവിനെ വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ട് അവനെ കുടുക്കിയിട്ട് അവനെ പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി മഹാപുരോഹിതന്മാരാൽ അയക്കപ്പെട്ടവരാണ് ആര്? ഈ ചേവകർ. പക്ഷേ അവർ പോലും പറയുകയാണ്, ഇതൊരു സാധാരണ വ്യക്തിത്വമല്ല. അതായത് കർത്താവിൻ്റെ ശത്രുക്കൾക്ക് പോലും ഉള്ളിൽ അറിയാം ഇവൻ സാധാരണ വ്യക്തിത്വമല്ല, ദൈവപുത്രനാണെന്ന് പോലും അറിയാം. പക്ഷെ അവർക്ക് കൃത്യമായ ചില സമയത്ത് ചില അടയാളങ്ങൾ വേണ്ടി വന്നേക്കുമായിരുന്നു. ഉദാഹരണം, ശതാധിപൻ. 2 ശതാധിപന്മാരുണ്ട്. ഒന്ന്, കർത്താവ് കാൽവറിയിൽ തൂങ്ങിക്കിടന്നപ്പോൾ അവനെ കുന്തം കൊണ്ട് കുത്തിയ ശതാധിപൻ. രക്തം അവൻ്റെ കണ്ണിലേക്ക് ഇറ്റിറ്റ് വീണപ്പോൾ അവൻ്റെ കണ്ണിൻ്റെ അന്ധത, ഒരു കണ്ണ് അവൻ്റെ അന്ധത ഉണ്ടായിരുന്നതാണ് പറയുന്നത്, അത് തുറന്ന് അവൻ സൗഖ്യം പ്രാപിച്ചു. ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു എന്ന് അവനേറ്റു പറഞ്ഞു. ആയിരുന്നു എന്നേറ്റ് പറയാൻ നേരത്തെ അവൻ്റെ ഉള്ളിൽ ഒരു ബോധ്യം ചെറുതായിട്ട് കടന്നിരുന്നു. അതുകൊണ്ടാണ്. വേറൊരു ശതാധിപനുണ്ട്. ആരാന്നറിയാമോ? അയാളുടെ ബാല്യക്കാരന് തീരെ സുഖമില്ലാതെ ദീനം പിടിച്ച് വീട്ടിൽ കിടക്കുകയാണ്. ആ ശതാധിപൻ റോമൻ പടയാളിയായിരുന്നതിനാൽ നേരിട്ട് കർത്താവിനോട് ചെന്ന് പറയുവാൻ ഭയമാണ്. കാരണം റോമൻ സാമ്രാജ്യം അറിഞ്ഞാൽ അത് വിഷയമാണ്. മാത്രമല്ല, ഇയാൾ യഹൂദനല്ല, യവനനാണ്. അപ്പോൾ കർത്താവിൻ്റെ വീട്ടിൽ വരുമോ? അതിനുള്ള യോഗ്യത എനിക്കുണ്ടോ? കാരണം കർത്താവിനെ അവൻ സാധാരണ ഒരാളായിട്ടല്ല കണ്ടിരുന്നത്, ദൈവമായിട്ടാണ് കണ്ടിരുന്നത്. അല്ലെങ്കിൽ ഇവന് ദൈവപുത്രനാണ് എന്ന് അവൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ശതാധിപൻ കർത്താവിനോട് എന്ന് പറയുമ്പോൾ, നീ ഇവിടെ നിന്ന് കൽപ്പിച്ചാൽ മതി, എൻ്റെ വീട്ടിലേക്കൊന്നും വരുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ സംസാരത്തിൽ നിന്നും ഈ ചേവകർക്ക് മനസ്സിലായിട്ടുണ്ട്, ഇവൻ സാധാരണ ആളല്ല. ഈ മഹാപുരോഹിതന്മാർ ഏത് രീതിയിലുള്ളൊരു മനുഷ്യനെയാണ് ഇവനിൽ ആരോപിക്കുവാൻ അവർ ആഗ്രഹിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു വ്യക്തിത്വമല്ല കർത്താവെന്ന് ഈ ചേവകർക്ക് മനസ്സിലായിരുന്നു. കാരണം അവർ പറയുകയാണ്, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ആരും ഇതുപോലെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ പരീശന്മാർക്ക് അതുപോലും പിടികിട്ടുന്നില്ല. അവരെന്താ പറയുന്നത്? കൊള്ളാം, നിങ്ങളും തെറ്റിപ്പോയോ. പ്രമാണികളിലാകട്ടെ പരീശന്മാരിലാകട്ടെ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കണം, പ്രമാണികളും പരീശന്മാരും ഇവർ ആരാണ്? ഇവർ തിരുവെഴുത്തുകളെ വ്യാഖ്യാനിക്കുന്നവരും ഇവർക്ക് മാത്രമേ ദൈവിക രഹസ്യങ്ങൾ അറിയുള്ളൂ എന്ന് വിചാരിക്കുന്നവരുമാണ്, സ്വയമായി വിചാരിക്കുന്നവരുമാണ്. അപ്പോൾ അവർ പറയുന്നത്, ഇവർ സാക്ഷീകരിച്ചെങ്കിൽ മാത്രമേ ദൈവം വെളിപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തെപ്പറ്റി അറിയാവുന്ന കാര്യം ഇവരിൽ കൂടി മാത്രമേ വെളിവാകുകയുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്നവരാണ്. അതുകൊണ്ട് ഈ പ്രമാണിമാരും ശാസ്ത്രിമാരും ഇവനിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ ഇവനെ നമുക്ക് സർട്ടിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ചേവരോട് പറയാണ്, ഈ മഹാപുരോഹിതന്മാർ പറയാണ്, നിങ്ങളിങ്ങനെയൊക്കെ പറയാൻ തക്കവണ്ണം അവൻ ആരാണ്? പ്രമാണിമാരോ ശാസ്ത്രിമാരോ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ? ഇതെല്ലാം കണ്ടംപററി ആയിട്ട് വ്യാഖ്യാനിക്കേണ്ടതാണ്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല.
ഇത് നമ്മൾ വേദോത്സവത്തിൽ 2000 കൊല്ലം മുമ്പ് നടന്ന ഒരു കാര്യമായിട്ട് മാത്രം കാണാതെ നമ്മളുടെ പല തീരുമാനങ്ങൾക്കും ഇടവകയിലാണെങ്കിലും കൊള്ളാം, സഭാതലത്തിലാണെങ്കിലും കൊള്ളാം, വീടുകളിലാണെങ്കിലും കൊള്ളാം, ചില പ്രമാണികൾ പറയുന്നതാണ് നമുക്ക് കാര്യം അല്ലേ. ദൈവിക രഹസ്യങ്ങളുടെ മർമ്മങ്ങൾ പ്രമാണത്വത്തിൻ്റെ അടയാളത്തിലല്ല വരുന്നത്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. 49-ാം വാക്യം, ന്യായപ്രമാണം അറിയാത്ത പുരുഷന്മാരോ ശപിക്കപ്പെട്ടവരാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് ഇവരുടെ പ്രമാണിത്വത്തിൻ്റെ ഒരു അഹംഭാവമാണ്. കാരണം ഇവർ വിചാരിച്ചിരിക്കുന്നത് ഇവർക്ക് മാത്രമേ ന്യായപ്രമാണം അറിയുകയുള്ളൂ. ന്യായപ്രമാണത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാവർക്കും വായിക്കാൻ ഇവർ കൊടുക്കില്ല. ഇത് സിനഗോഗുകളിൽ വായിച്ച് കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്, ഇത് കേൾക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും വായിക്കുവാനുള്ള അധികാരമില്ല. മഹാപുരോഹിതന്മാർക്കും അതുപോലെ ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും റാബിമാർക്കുമാണ് ന്യായപ്രമാണം വായിക്കുവാനുള്ള അധികാരം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന് നിങ്ങൾ, ബാക്കി പറയാമോ? വായിച്ചിട്ടില്ലോ എന്നല്ല, വായിച്ചിട്ടില്ലോ എന്നല്ല, അത് ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാവും. കേട്ടിട്ടുണ്ടല്ലോ എന്നാണ്. അവർ കേട്ടിട്ടേ ഉള്ളൂ, വായിച്ചിട്ടില്ല. അവരെ വായിക്കാൻ സമ്മതിക്കത്തില്ല. കാരണം ഇത് ഇവർക്ക് മാത്രം ഉള്ളതാണ്. പ്രമാണിമാർക്ക് മാത്രമേ ദൈവീയ രഹസ്യങ്ങൾ വായിക്കുവാനും അറിയുവാനും ഉള്ള വരവുള്ളൂ. അത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഉള്ളൂ എന്നാണ് അവരുടെ ധാരണ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ന്യായപ്രമാണം അറിയാത്ത പുരുഷന്മാരോ ശപിക്കപ്പെട്ടവരാണ്. അത് ഞങ്ങൾ അറിഞ്ഞതും ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളതുമായ കാര്യങ്ങൾ മാത്രം, അതുമാത്രം അറിഞ്ഞാൽ മതി. അങ്ങനെ അറിയാത്തവരെല്ലാം ശപിക്കപ്പെട്ടവരാണ്. ഇവിടെയുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? യേശുക്രിസ്തു ന്യായപ്രമാണം അറിയാം. യേശുക്രിസ്തു ന്യായപ്രമാണം അറിയാം, ഇവർക്കും അറിയാം. പക്ഷേ ഇവർ യേശുക്രിസ്തുവിനെ പറ്റി പരോക്ഷമായി പറയുന്നത് അവന് ന്യായപ്രമാണം അറിഞ്ഞുകൂടാന്നാണ്. കാരണം യേശുക്രിസ്തു ശപിക്കപ്പെട്ടവനാണെന്ന് മഹാപുരോഹിതൻ പറയുകയാണ്. മഹാപുരോഹിതൻ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ന്യായപ്രമാണം അറിയാത്തവർ ശപിക്കപ്പെട്ടവരാകുന്നു. കർത്താവ് പഠിപ്പിക്കുന്ന ന്യായപ്രമാണം ഞങ്ങൾ പഠിപ്പിക്കുന്ന പോലെ അല്ല. അതുകൊണ്ട് അവൻ ശപിക്കപ്പെട്ടവനാകുന്നു. അവൻ ഇനി എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും, ഏത് രീതിയിൽ ആരും സംസാരിച്ചിട്ടില്ലാത്ത രീതിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞാലും അവന് ന്യായപ്രമാണം അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവൻ ശപിക്കപ്പെട്ടവനാകുന്നു എന്നവർ പറയുകയാണ്. അപ്പോൾ അവിടെ മറ്റൊരാൾ പ്രത്യക്ഷപ്പെടുകയാണ്. നേരത്തെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആരാന്ന് പറയാമോ? നിക്കോദിമോസ്. 3-ാം അധ്യായത്തിൽ നിക്കോദിമോസ് യേശുവിനെ കാണുവാൻ വരുന്ന രീതിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അത് 3-ാം അധ്യായത്തിൻ്റെ ഭാഗം വിശദമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗം നിങ്ങൾ കേട്ടാൽ മതി. നിക്കോദിമോസിനെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാരെ പഠിപ്പിക്കുന്ന റാബിയാണ്, റാബിമാരുടെ റാബിയാണ്. ഒരു യഹൂദൻ നിക്കോദിമോസ് ഒരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറത്തോട്ട് ഒന്നും പറയില്ല. അയാളുടെ വാക്ക് അന്ത്യശാസനയാണ്, അല്ലെങ്കിൽ അന്ത്യവാക്കാണ്, അവസാനത്തെ വാക്കാണ്. എന്നാൽ ഇദ്ദേഹത്തിന് യേശുക്രിസ്തുവിനോട് ചെറിയൊരു ചായ്വുണ്ടായിരുന്നു. അതിന് പ്രത്യേക ചില കാരണങ്ങളുണ്ട്. കാരണം നിക്കോദിമോസ് ന്യായപ്രമാണം പഠിപ്പിക്കുകയും ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് വരങ്ങളുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ന്യായപ്രമാണം പഠിപ്പിച്ച് വരങ്ങൾ സിദ്ധി കിട്ടിയിട്ട് ആ സിദ്ധി മുഖാന്തരം കൃപാവരങ്ങൾ, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ കൃപാവരങ്ങളുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ സിദ്ധി ഉപയോഗിച്ച് കൃപാവരങ്ങളാൽ ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കാതെ വന്നു. ഉദാഹരണം പറഞ്ഞാൽ എക്സോസിസം പോലെയുള്ള കാര്യങ്ങൾ. എന്നാൽ യേശുക്രിസ്തു വന്ന് സൗഖ്യദാന ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിക്കോദിമോസ് കേൾക്കുവാനിടയായി തനിക്ക് സാധിക്കാത്ത പല കാര്യങ്ങളും ഈ മനുഷ്യൻ ചെയ്യും. അതിനകത്തെ പ്രധാന കാര്യമെന്ന് പറയുന്നത്, ഒരു സൗഖ്യദാന ശുശ്രൂഷ നടത്തണമെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ശക്തിയും വരവുമില്ലാതെ, അല്ലെങ്കിൽ ദൈവം അയച്ചിട്ടല്ലാതെ ഒരു സൗഖ്യം ആർക്കും കൊടുക്കുവാൻ പറ്റില്ല. കാരണം
ഒരു രോഗമുണ്ടാകുന്നത് പാപത്തിൻ്റെ അനന്തരഫലമാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നിക്കോദിമോസ് യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ ഉള്ളിൽ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ യഹൂദന്മാരുടെ ഭീതി നിമിത്തം അദ്ദേഹത്തിന് യേശുവിൻ്റെ അടുത്ത് സമീപിക്കുവാൻ പറ്റിയില്ല. ഇങ്ങനൊരവസ്ഥ നമുക്കുണ്ട്. ലോകത്തിൻ്റെ കൂട്ടുകാരുടെ ബന്ധങ്ങളുടെ ബന്ധനങ്ങൾ നിമിത്തം നമ്മൾ യേശുവിനോട് അടുക്കുവാൻ നാണിക്കും. യേശുവിനോട് അടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പല ബന്ധങ്ങളും നമ്മൾ പോലും അറിയാതെ മാറിപ്പോകും. അത് ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കുവാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ട് നിക്കോദിമോസിന് യേശുവിനെ കാണുകയും വേണം, എന്നാൽ യഹൂദന്മാരെയായിട്ട് പിണക്കാനും വയ്യ. അതുകൊണ്ടാണ് നിക്കോദിമോസ് എന്ത് ചെയ്തത്? രാത്രിയിൽ പോയി യേശുവിനെ കണ്ടു, ആരും കാണാതെ. എന്നിട്ട് കർത്താവിൻ്റെ ആ വലിയ വചനങ്ങളുടെ മാസ്മരികതയിൽ അദ്ദേഹത്തിന് രഹസ്യ ശിഷ്യബന്ധം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നിക്കോദിമോസ് യേശുവിൻ്റെ ഒരു രഹസ്യ ശിഷ്യനായി മാറുകയാണ്. വലിയ യഹൂദ റാബിയാണെന്ന് ഓർക്കണം. ആ റാബി ഒരു സാധാരണ യഹൂദനെ, അത് നസറയത്തിൽ നിന്ന് ജനിച്ചു വന്ന ഒരു യഹൂദനെ, അങ്ങനെ പറയാൻ കാര്യമുണ്ട്, മനസ്സിലായോ? നസറയത്ത് എന്ന് പറഞ്ഞാൽ ഒരു ആർക്കും പോകാനും അല്ലെങ്കിൽ യഹൂദ ആ രാജ്യത്തെ ഒട്ടും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ടാണ് നഥനയേൽ ചോദിച്ചത്, നസറയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നസറയത്തുകാരനാണെന്ന് ഫിലിപ്പോസ് നഥനയേലിനോട് പറഞ്ഞപ്പോൾ നഥനയേൽ തിരിച്ച് ഫിലിപ്പോസിനോട് പറയാണ്, നസറയത്തുകാരനാണോ? നാസറയത്തിൽ നിന്നുമല്ല, നന്മയും വരുമോ? നമ്മൾ ചോദിച്ചില്ല, നമ്മൾ പറയില്ല അതുപോലെ. അവിടുന്നൊക്കെയാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയില്ലേ. എന്ന് പറയുന്ന ഒരു പ്രാധാന്യമേ ഈ നസറയത്തിനുള്ളൂ. അതുകൊണ്ടാണ് നസറയത്തിനെ അത്രയ്ക്കും ഇകഴ്ത്തി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് യേശു നസറയത്തുകാരനായിരിക്കെ യഹൂദ പ്രമാണിയായ നിക്കോദിമോസിന് ഒരു ചാഞ്ചല്യം ഉണ്ടായിരുന്നു പരസ്യമായിട്ട് ഇവനെ സമീപിക്കുവാൻ. പക്ഷേ യഹൂദ പ്രമാണിയായ നിക്കോദിമോസിന് ഈ നസറയത്തുകാരനോട് ഒരു ശിഷ്യബന്ധം സ്ഥാപിക്കണം എന്ന് ഉള്ളിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അവൻ ദൈവപുത്രൻ തന്നെ ആകുന്നു എന്ന് ഉള്ളിൽ അവന് തിരിച്ചറിവുണ്ടായിരുന്നുവെങ്കിലും പുറത്ത് പറയാൻ ഭയമായിരുന്നു. അത് നിക്കോദിമോസിൻ്റെ വലിയൊരു ഒരു 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 ശാപം പോലെയാണ്. ചിലർക്ക് അങ്ങനെയാണ്. യേശുവിനെ അറിയാം, അവൻ ആരാണെന്നും അറിയാം, പക്ഷേ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവരുടെ ഉള്ളിൽ യേശു ജീവനായിട്ട് വരത്തില്ല. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് നിക്കോദിമോസിൻ്റെ ഒരു രംഗപ്രവേശനം യോഹന്നാൻ ശ്ലീഹ എടുത്ത് കാണിക്കുന്നത്. ഇനി ഒന്നും കൂടെ വരും. ആദ്യത്തെ രംഗപ്രവേശം 3-ാം അധ്യായത്തിലാണ്. വീണ്ടും ജനനത്തെപ്പറ്റി കർത്താവ് വലിയ വേദശാസ്ത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അത് കേട്ട് സന്തോഷമായിട്ടൊക്കെ പോയി. വലുതായിട്ടൊന്നും മനസ്സിലായില്ല. വലിയ യഹൂദ പ്രമാണിയായിട്ടൊന്നും പിടിയിട്ടില്ല. കർത്താവ് ചോദിക്കുന്നുണ്ട്, നീ യഹൂദ പ്രമാണിയായിട്ടും നിനക്കിത് മനസ്സിലാവുന്നില്ലയോ? നീ ഇതെല്ലാം അറിയാവുന്ന ആളല്ലേ, നിനക്കെന്താ മനസ്സിലാകട്ടെ? നിക്കോദിമോസിന് ഒന്നിനും മനസ്സിലാവുന്നില്ല. നിക്കോദിമോസ് അങ്ങോട്ട് ചോദിക്കുക, പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ വീണ്ടും കയറി വീണ്ടും ജനിക്കുകയാണോ? എന്തുവായി പറയുന്നത്? ഇപ്പോഴാണ് കർത്താവ് പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ഒരുവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ അഗാധമായ ആത്മീയ അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും നിക്കോദിമോസിന് മനസ്സിലായില്ല. ഇവിടെയും നിക്കോദിമോസ് വന്ന് എന്താ പറയുന്നത്? എന്താണ് 50-ാം വാക്യത്തിൽ, അവരിൽ ഒരുവനായി മുമ്പേ അവൻ്റെ അടുക്കൽ വന്നിരുന്ന നിക്കോദിമോസ് അവരോട്, ഒരു മനുഷ്യൻ്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നത് എന്നറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞു. ഒന്നുകൂടെ വായിക്കാം. ഒരു മനുഷ്യൻ്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുണ്ടോ? അതായത് ഇവരെല്ലാം ന്യായപ്രമാണം അറിയുന്നവരാണെന്നും, തൊട്ടുമുമ്പ് വായിച്ചെന്താ, ന്യായപ്രമാണം അറിയാത്ത പുരുഷന്മാരോ ശപിക്കപ്പെട്ടവരാകുന്നു എന്നും പറഞ്ഞവരോട് ന്യായപ്രമാണത്തിൻ്റെ അധികാരി ചോദിക്കുകയാണ്, ഒരു മനുഷ്യൻ്റെ വാമൊഴി ആദ്യം കേൾക്കണ്ടേ? ചുമ്മാ അവനെ അങ്ങ് വിധിക്കുന്നത് എങ്ങനെയാണ്? ആവർത്തന പുസ്തകം 17-ാം അധ്യായം 6-ാം വാക്യം എടുക്കാം. ആവർത്തന പുസ്തകം 17-ാം അധ്യായം 6-ാം വാക്യം.
ആവർത്തന പുസ്തകം, മരണയോഗ്യനായവനെ കൊല്ലുന്നത് 2 3 സാക്ഷികളുടെ വാമൊഴിമേൽ ആയിരിക്കണം. ഏക സാക്ഷിയുടെ വാമൊഴിമേൽ അവനെ കൊല്ലരുത്. അപ്പോൾ ഈ സാക്ഷികൾ വേണം എന്തിനും. അതുകൊണ്ടാണ് കർത്താവിനെ ക്രൂശിക്കുവാൻ വേണ്ടി പിലാത്തോസിൻ്റെ മുമ്പാകെ നിന്നപ്പോൾ യഹൂദന്മാർ കള്ളസാക്ഷികളെ ഇറക്കി. കള്ളസാക്ഷികളെ പലരെ ഇറക്കി നോക്കി. പക്ഷെ അവർക്ക് ആർക്കും കർത്താവിന്മേൽ ഒരു കള്ളമായ അല്ലെങ്കിൽ തെറ്റായൊരു ആരോപണം കൊണ്ടുവരാൻ സാധിച്ചില്ല. ഒന്നും പറ്റാഞ്ഞുകൊണ്ടാണ് ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് പറഞ്ഞത്. ആ കാര്യം നിങ്ങൾക്കറിയാമോ? കേട്ടിട്ടുണ്ടോ? ഇനി ദുഃഖവെള്ളിയാഴ്ചയൊക്കെ വരുമല്ലേ. കർത്താവിനെ കൊല്ലാൻ കാരണം കിട്ടുന്നില്ല. കൊല്ലാൻ പിടിച്ച് നമുക്ക് ശിക്ഷിച്ചൊക്കെ വിടാം. ഇവരുടെ ഉദ്ദേശം എന്തുവാ? കൊല്ലുക എന്നുള്ളതാണ്. കൊല്ലാൻ എന്തെങ്കിലും കാരണം വേണ്ടേ? കാരണമില്ലാതെ കൊല്ലാൻ പറ്റില്ല. അപ്പോൾ യഹൂദന്മാർ കണ്ടുപിടിച്ച കാരണമാണ് ഇവൻ ദൈവദൂഷണം പറയുന്നു. അവിടെ ന്യായപ്രമാണത്തിൽ ദൈവദൂഷണം പറയുന്നവനെ കൊല്ലാം, 2 3 സാക്ഷി മതി. പക്ഷേ അവിടെ മറ്റൊരു പ്രശ്നം വന്നു. എന്താണ് പ്രശ്നം അറിയാമോ? യഹൂദന്മാർക്ക് ശിക്ഷ വിധിക്കാനേ പറ്റത്തുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലാണിപ്പോൾ. അപ്പോൾ ഈ ശിക്ഷ നടപ്പാക്കേണ്ടത് റോമൻ സാമ്രാജ്യമാണ്. അവിടെ വേറെ പ്രശ്നമുണ്ട്. റോമൻ സാമ്രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ദൈവദൂഷണം മരണകരമായ പാപം അല്ല, അല്ലെങ്കിൽ മരണകരമായ ശിക്ഷ കൊടുക്കത്തക്കവണ്ണമുള്ള ഒരു കുറ്റമല്ല ദൈവദൂഷണം പറയുക എന്നുള്ളത്. അത് യഹൂദനാണ് ആ പ്രശ്നം. അപ്പോൾ അത് തള്ളിപ്പോയി. അതുകൊണ്ടാണ് പീലാത്തോസ് പറഞ്ഞത്, ഒരു കാര്യം ചെയ്യ്, ഇവൻ മരണയോഗ്യമായതൊന്നും ചെയ്തിട്ടില്ല, ഒരു 40 അടി അടുപ്പിച്ച് ചെങ്ങ് വിടാം എന്ന് പറഞ്ഞത്. അപ്പോൾ അവർ നേരെ പ്ലേറ്റ് തിരിച്ചു. എന്തു പറഞ്ഞു? അല്ല, ദൈവദൂഷണം പോയി. ആ ന്യായം കൊണ്ട് ഇനിയും കർത്താവിനെ കൊല്ലാൻ പറ്റില്ല. അത് പോയി, ക്യാൻസലായിപ്പോയി. റോമൻ സാമ്രാജ്യത്തിൽ ആ ഒരു കാരണം പറഞ്ഞ് ഒരാളെ കൊല്ലുവാൻ പറ്റില്ല. അപ്പോൾ ഉടനെ ഇവർ പ്ലേറ്റ് തിരിച്ചു. എങ്ങനെയാണെന്ന് പറയാമോ? അടുത്ത ന്യായം ഇറക്കി. അല്ല, അതൊന്നുമല്ല. ജനങ്ങളെ കലഹിപ്പിക്കുന്ന ഇതൊന്നും അവിടെ പ്രശ്നമില്ല. അതിനൊക്കെ ചെറിയ ശിക്ഷകളേ ഉള്ളൂ. അടുപ്പിച്ച് വിടുക, ശാസന, ഇതൊക്കെ ഉള്ളൂ. ഇത് വധശിക്ഷ വേണം. വധശിക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു ഇവർ പറയാമോ? വധശിക്ഷയ്ക്ക് വേണ്ടി റോമൻ സാമ്രാജ്യത്തിൽ മരണകരമായ ഒരു കുറ്റം ഇവൻ ചെയ്തു എന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി അടുത്ത കള്ളസാക്ഷി ഇറക്കി. എന്താണ് ആരോപിച്ചതെന്നറിയാമോ? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമല്ലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ രാജനിന്ദ. അതിൽ കർത്താവ് അങ്ങനെ പറഞ്ഞു എന്ന് വരുത്തി തീർത്ത് അങ്ങനെയാണ് കർത്താവിനെ കുറ്റം വിധിക്കുന്നത്. അവിടെ പോലും പീലാത്തോസ് പറഞ്ഞു, ഞാൻ ഇതിനകത്തൊന്നും കുറ്റം കാണുന്നില്ല, കൈസർ കരം കൊടുക്കുന്ന വിഹിതമല്ല എന്നാണ് പറഞ്ഞ്. ആ രീതിയിലല്ല. പീലാത്തോസിനത് മനസ്സിലായി. അതുകൊണ്ടാണ് പീലാത്തോസ് കൈ എഴുതിയിട്ട് പറഞ്ഞത്, ഈ മനുഷ്യന് ഞാനൊരു കുറ്റം കാണുന്നില്ല, എന്തുവാന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ക്രൂശിക്കണമെങ്കിൽ ക്രൂശിച്ചോ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ ഈ നീക്കോദീമോസ് പറയുകയാണ്, ആവർത്തന പുസ്തകം 17-ാം അധ്യായം 6-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യൻ്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവർ അവനോട്, നീ ഗലീലക്കാരനോ? പരിശോധിച്ച് നോക്കുക, ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്നുത്തരം പറഞ്ഞു. നീക്കോദീമോസിൻ്റെ ഈ പ്രസ്താവന ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹം എന്താണ് പറയുന്നത്? അവൻ ചെയ്യുന്നത് ഇന്നത് എന്നറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ? നമ്മൾ മനുഷ്യരെ വിധിക്കുന്നവരാണോ? നമുക്ക് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം ഒന്നെടുക്കാം. നമുക്കെപ്പോഴും മറ്റുള്ളവരെ വിധിക്കാൻ താല്പര്യമുള്ളവരാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ ആരെങ്കിലും വിധിച്ചിട്ടുണ്ടോ? നമ്മൾ നമ്മുടെ സംഭാഷണങ്ങളെ ഒന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ, നമ്മൾ മൂന്നാമതൊരാളെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അതൊരു വിധി തീർപ്പായിരിക്കും. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. നമ്മൾ പറഞ്ഞ വാക്കുകൾ നമ്മൾ തന്നെ ഒന്ന് പരിശോധിച്ചാൽ, മൂന്നാമതൊരാളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊരു വിധി തീർപ്പ് കാണും.
മറ്റുള്ളവനെ വിധിപ്പാൻ നീ ആരാണെന്ന് യാക്കോബ് ശ്ലീഹ ചോദിക്കുന്നുണ്ട്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം, സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നു എന്നാണ്. തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നു. എന്നിട്ടോ ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ, അതായത് സഹോദരനെ നീ ദുഷിച്ചാൽ നീ ന്യായപ്രമാണത്തെയാണ് ദുഷിക്കുന്നത്. അങ്ങനെ ന്യായപ്രമാണത്തെ നീ ദുഷിച്ചാൽ നീ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവനത്രേ. ഇനിയും നിങ്ങൾ ഈ ന്യായപ്രമാണം എന്നുള്ളിടത്ത് വേദപുസ്തകം എന്ന് വായിച്ചു നോക്കുക. വേദപുസ്തകം ഒന്ന് വായിക്കണം, ന്യായപ്രമാണം ഒന്നും വായിക്കണ്ട. അതുകൊണ്ടാണ് നമുക്കിത് കൊള്ളാത്തത്. ഇത് ന്യായപ്രമാണം പഴയ നിയമത്തിലെ എന്തോ ഒരു സംഭവമാണെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ അതിനെ അങ്ങ് തള്ളിക്കളയും. ഇനി അവിടെ വേദപുസ്തകം ഒന്ന് വായിച്ചു നോക്കി. സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ വേദപുസ്തകത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വേദപുസ്തകത്തെ വിധിക്കുകയും ചെയ്യുന്നു. വേദപുസ്തകത്തെ വിധിക്കുന്നുവെങ്കിൽ നീ വേദപുസ്തകത്തെ അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവനത്രേ. വേദപുസ്തക കർത്താവും ന്യായാധിപതിയും ഒരുവനേയുള്ളൂ, രക്ഷിപ്പാനും നശിപ്പിപ്പാനും ശക്തനായവൻ തന്നെ. കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആർ. യോഹന്നാന് ഈ കാര്യം കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തിയതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇനി മുന്നോട്ടുള്ള പഠനങ്ങളിലേ അത് മനസ്സിലാകത്തുള്ളൂ. അതാണ് പറഞ്ഞത്. യോഹന്നാൻ ശ്ലീഹായുടെ പുസ്തകം മൊത്തത്തിലൊരു മാല പോലെ കോർത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ അത് ക്രൊണോളജിക്കൽ രീതിയിലല്ല, ഖൈറോസ് രീതിയിലാണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ കോർത്ത് വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കൂടി പോകുന്ന എന്തുവാണ്? ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ് ആ ഇൻസിഡൻറ്റിനോട് ചേർന്ന് വരുന്ന അടുത്ത ഇൻസിഡൻറ്റ്, ആ ഇൻസിഡൻറ്റിനോട് ചേർന്ന് വരുന്ന അടുത്ത ഇൻസിഡൻറ്റ്, അതായത് ടൈം അനുസരിച്ച്. അതായത് ഞാൻ ഇവിടുന്ന് ഈ ദേവാലയത്തിൽ നിന്ന് വൈകിട്ട് മറ്റൊരു ദേവാലയത്തിലേക്ക് പോകുന്നുണ്ട്. ക്രൊണോളജിക്കൽ അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ഈ ശുശ്രൂഷ കഴിഞ്ഞിട്ട് അങ്ങോട്ടിറങ്ങുന്നു, ട്രാൻസ്പോർട്ട് കയറുന്നു, അടുത്ത സ്റ്റേഷനിൽ ചെല്ലുന്നു, ഉച്ചയാകുമ്പോൾ അടുത്ത് ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത സ്റ്റേഷനിൽ ചെല്ലുന്നു, ഒന്ന് ഫ്രഷ് ആകുന്നു, പിന്നെ ദേവാലയത്തിൽ പോകുന്നു. അപ്പോൾ ഈ റൂട്ടിനെയാണ് ക്രൊണോളജിക്കൽ രീതി എന്ന് പറയുന്നത്. ദൈവികമായ രഹസ്യങ്ങൾ ക്രൊണോളജിക്കൽ രീതിയിലല്ല കാണുന്നത്, ഖൈറോസ് എന്ന് പറയും. അതും ഒരു രേഖയാണ്, പക്ഷേ ഇങ്ങനെയല്ല. അതായത് ഇപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ വിധിത്തീർപ്പിനെ പറ്റി പറയുന്നുണ്ട് ഇപ്പോൾ, അല്ലേ? ഒരു വിധിയെപ്പറ്റി പറയാനാണ്. അതിനായിട്ട് നിക്കോദിമോസിൻ്റെ ഒരു 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 ഇൻട്രൊഡക്ഷൻ അവിടെ കൊടുക്കുകയാണ്. ഇതിൻ്റെ കണക്ഷൻ യോഹന്നാൻ ശ്ലീഹ കൊണ്ടുവരുന്നത് എന്തിനാണെന്നറിയാം? അടുത്ത അധ്യായം വലിയൊരു വിധിത്തീർപ്പാണ്. നമ്മുടെ ചങ്ക് തകർന്നു പോകുന്ന ഒരു വിധിത്തീർപ്പാണ് അടുത്ത അധ്യായം. ഒരു പാപിനിയായൊരു സ്ത്രീ കർത്താവിൻ്റെ കാൽക്കൽ വന്ന് വീണ് കിടക്കുന്ന ദയനീയമായൊരു കാഴ്ച അടുത്ത അധ്യായത്തിൽ യോഹന്നാൻ ശ്ലീഹ നമ്മുടെ ചങ്ക് പൊട്ടുന്ന രീതിയിൽ വർണ്ണിച്ചിട്ടുണ്ട്. ചങ്ക് പൊട്ടണമെങ്കിൽ ആത്മാവിൽ വായിച്ചെങ്കിലേ പൊട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ഇതൊരു ഇൻസിഡൻറ്റ് പോലെ വായിച്ചിട്ട് പോവാം. ഞാൻ പറഞ്ഞത്, നിക്കോദിമോസ് ഇവിടെ വന്ന് പറയുകയാണ്, ഒരു മനുഷ്യനെ അവൻ്റെ ന്യായപ്രമാണം അനുസരിച്ചാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ അതിനൊരു വാമൊഴി വേണം. ഒരു മനുഷ്യൻ്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവനോട്, അത് കൊള്ളാം, അപ്പോൾ നീയും ഗലീലക്കാരനായോ? ശരിക്കും നിക്കോദിമോസ് യഹൂദയിൽ നിന്നുള്ളവനാണ്. ഗലീലക്കാരോട് കൂടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗലീലയിലാണ് ഈ നസറേത്ത്. അതായത് നീയും നസറേത്തുകാരനാവുകയാണോ, അവൻ്റെ കൂടെ കൂടുകയാണോ, പരിശോധിച്ച് നോക്കുക എന്ന് പറഞ്ഞു. പക്ഷേ ഈ പരിശോധനയിൽ പലപ്പോഴും നിക്കോദിമോസ് പരാജയപ്പെട്ടിട്ടുണ്ട്. യേശുവിനെ ഉള്ളിൽ അറിഞ്ഞിട്ടും ഇവൻ ദൈവപുത്രനാണെന്ന് അറിഞ്ഞിട്ടും അത് പരസ്യമായിട്ടൊന്ന് ഏറ്റുപറയാൻ ഈ നിക്കോദിമോസിൻ്റെ പ്രമാണിത്വം, ന്യായപ്രമാണത്തിലുള്ള അറിവ്, യഹൂദന്മാരോടുള്ള ഈ റാബി എന്നുള്ള തൻ്റെ ആ സ്ഥാനം അനുവദിച്ചില്ല. ഇത് നമ്മളിലുള്ളതാണ്.
നമ്മളൊരു സമൂഹത്തിൽ പോകുമ്പോൾ നമ്മളിപ്പോൾ യേശുവിനെ സത്യമായിട്ട് ഏറ്റുപറയാനൊന്നും തയ്യാറല്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. അതായത് ഇപ്പോഴത്തെ ഒരു ഫാഷനാണ് മതസൗഹാർദ്ദം. നല്ല കാര്യമാണ്, സ്നേഹം എല്ലാവരോടും വേണം, വർദ്ധിക്കണം. എന്നാൽ സമ്പർക്കം പാടില്ല. നമ്മൾ സമ്പർക്കത്തിലൂടെ ഏർപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അത് പുരോഹിതന്മാരും വിശ്വാസികളും എല്ലാം സമ്പർക്കം ആ തലത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് കർത്താവിനെ ഏറ്റുപറയുവാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. ഏറ്റുപറയണം. ഏറ്റുപറയുന്നവൻ സ്നേഹത്തിലിരിക്കും, സമ്പർക്കത്തിലേർപ്പില്ല. എല്ലാവരോടും സ്നേഹിതരായിരിക്കണം, സ്നേഹമുള്ളവരായിരിക്കണം. സകല ജനങ്ങളോടും അവർക്ക് വേണ്ടി ജീവൻ കളയാനും തയ്യാറായിരിക്കണം. പക്ഷേ ആരാധനാപരമായോ വിശ്വാസപരമായോ സമ്പർക്കം പാടില്ല. അതായത് എല്ലാം ഒന്നാണ്, എല്ലാ വിശ്വാസങ്ങളും ഒരിടത്താണ് എത്തുന്നത്. അങ്ങനെയൊന്നുമല്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി അല്ലാതെ ആരും രക്ഷപ്രാപിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ അവർ അവനോട് പറയുകയാണ്, നീ ഗലീലക്കാരനോ? നിക്കോദിമോസിന് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴാണ് നിക്കോദിമോസ് ഏറ്റുപറയുന്നതെന്ന് അറിയാമോ? പരോക്ഷമായിട്ടാണ്. എല്ലാവരെയും കാണുക നിക്കോദിമോസ് കർത്താവിൻ്റെ ശരീരമെടുത്ത് സുഗന്ധദ്രവ്യം പൂശുമ്പോൾ ഒരു മനുഷ്യൻ്റെ ശവത്തെ തൊടുക എന്ന് പറഞ്ഞാൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ്. അവൻ അശുദ്ധനാവും. യഹൂദന്മാർ നോക്കുമ്പോൾ കർത്താവ് ഒരു കള്ളനാണ്. ഒരു കള്ളനെ ക്രൂശിച്ചു, അത്രയേ ഉള്ളൂ. ഒരു കുറ്റവാളിയെ ക്രൂശിച്ചു, അത്രയേ ഉള്ളൂ. ക്രൂശിച്ചവർക്ക് നമുക്കല്ലേ ദൈവവും ദൈവപുത്രനും ഒക്കെ. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റവാളിയെ ക്രൂശിച്ചു. ആ ക്രൂശിക്കപ്പെട്ട ആൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അവനെ ഇറക്കി അവനെ തൊട്ട് സുഗന്ധദ്രവ്യം പൂശുമ്പോൾ നിക്കോദിമോസിൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി ജലനദികൾ ഒഴുകിയിട്ടുണ്ടാവണം. ഉള്ള സമയത്ത് എനിക്ക് ഇവനെ ഏറ്റുപറയുവാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളത്. എങ്കിലും ആ സമയത്ത് പബ്ലിക്കായിട്ട് എല്ലാവരും കാണുക പീലാത്തോസിൻ്റെ അടുത്ത് നിന്ന് അനുവാദം ചോദിച്ച് ക്രിസ്തുവിനെ കുരിശിൽ നിന്ന് താഴെ ഇറക്കി സുഗന്ധദ്രവ്യം പൂശിയപ്പോൾ അവൻ ക്രിസ്തുവിനെ പരോക്ഷമായി അല്ലെങ്കിൽ വേറെ രീതിയിൽ ഏറ്റുപറയാണ് ചെയ്തത്. പൗലോസ്ലീഹായ്ക്കും അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഈ രീതിയിലല്ല, എൻ്റെ ഒരു തോന്നലാണ്. അതായത് ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് ഏകദേശം അതേ പ്രായത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് പൗലോസ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത്, അതായത് ഒരു 30-40 വയസ്സിന് ഇടയിലുള്ള സമയത്തായിരിക്കണം, അല്ലെങ്കിൽ പോട്ടെ ഒരു 25-35 വയസ്സിന് ഇടയിലുള്ള സമയത്തായിരിക്കും അദ്ദേഹം ഈ ന്യായപ്രമാണത്തിൻ്റെ എല്ലാ ജഡീകമായ വാസനകളും ഏറ്റെടുത്തിട്ടുള്ളത്. ജഡത്തിൽ അഭിമാനിക്കാൻ പൗലോസിന് ഏറെ ഉണ്ടായിരുന്നു എന്ന് പൗലോസ് തന്നെ പറയുന്നുണ്ട്. എവിടെയാണ്? ഫിലിപ്പ് ലേഖനം എടുക്കാം. ഫിലിപ്പ് ലേഖനം. ജഡത്തിൽ ആശ്രയിപ്പാൻ എനിക്ക് ഏറെ വകയുണ്ട്. മറ്റുള്ളവർക്ക് ജഡത്തിൽ ആശ്രയിക്കാമെങ്കിൽ എനിക്കും അധികം. എന്തൊക്കെയാണ്? 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ. എത്ര അധ്യായത്തില? 3-ാം അധ്യായം 4-ാം വാക്യം തൊട്ട് വായിക്കാം. 3-ാം അധ്യായം 4-ാം വാക്യം തൊട്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ നേടിയെടുത്തതിനെ അടിസ്ഥാനപ്പെടുത്തി എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറയാൻ. എന്തെല്ലാമാണ്? മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം വലിയ ജഡത്തിൽ ആശ്രയിക്കുന്ന വലിയ കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ, അതായത് ഞാൻ പഠിച്ച് PhD എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുവാണെങ്കിൽ എനിക്ക് അതിനപ്പുറത്തെ PhD ഉണ്ടടാന്ന് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. എന്തൊക്കെയാണത്? 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാണ് എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം കൃത്യമായി പാലിച്ചവനാണ്. പിന്നെ ഇസ്രായേൽ ജാതിക്കാരനാണ്, ബെന്യാമീൻ ഗോത്രക്കാരനാണ്, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ക്രിസ്തുവിൽ ഛേദം എന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിനുള്ള എൻ്റെ സ്വന്തം നീതിയല്ല,
ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ എന്നെണ്ണുന്നു. ഗാർബേജ് എന്ന് ചവറ എന്നെണ്ണുന്നു. എന്നിട്ടും പൗലോസ്ലീഹ പറയാണ്, ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞനായോ ഒന്നുമല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നുവെന്ന് ഞാൻ നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഈ പൗലോസ്ലീഹായ്ക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായിരുന്നു വിഷമം? ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എന്ന് പറഞ്ഞില്ലേ? എപ്പോഴാണ് പിടിക്കപ്പെട്ടത്? പൗലോസ് യെരൂശലേമിൽ നിന്ന് ദമസ്കോസിലേക്ക് പോകുമ്പോൾ അവനെ പിടിച്ചു. പിടിക്കപ്പെട്ട് കഴിഞ്ഞ് കർത്താവിലായതിനു ശേഷം തീർച്ചയായിട്ടും പൗലോസ് ചിന്തിച്ചിട്ടുണ്ടാവും തൻ്റെ സുവിശേഷ വേലയ്ക്കിടയിൽ, ഈ പൗലോസ് യേശുവിനെ കണ്ടിട്ടില്ല, അറിയാമല്ലോ അല്ലേ? കണ്ടിട്ടില്ല. അവന് വേണ്ടി മരിക്കുവാൻ എല്ലാം ഉപേക്ഷിച്ച് പോയ പൗലോസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് മാത്രമായിരിക്കണം. ഏത്? ജീവനോടെ എനിക്ക് അവനെ ഒന്ന് കാണുവാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളത്. കാരണം ഏകദേശം സമപ്രായക്കാരാണ്. കർത്താവ് സുവിശേഷ വേല ചെയ്യുമ്പോൾ പൗലോസ് പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഗമാലിയേലിൻ്റെ കീഴിൽ ന്യായപ്രമാണത്തെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും പൗലോസ് യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. കാര്യം എന്താണ്? ഈ ന്യായപ്രമാണത്തെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ന്യായപ്രമാണത്തെ തിരുത്തി വ്യാഖ്യാനിച്ച് വലിയൊരു സമൂഹത്തെ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും പൗലോസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. കാരണം ഇതാണ് അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ്. അദ്ദേഹം പഠിക്കുന്നത് ഇതാണ്. ഞാൻ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തീസിസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റിൽ എന്തെങ്കിലും പ്രതിഭാസങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടായാലും ഞാനത് ശ്രദ്ധിക്കത്തില്ലേ? അപ്പോൾ പൗലോസ് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, അതിൻ്റെ വ്യാഖ്യാന രീതി മാറ്റി ഒരു നസറാനായ ഒരു യഹൂദൻ തന്നെ ഇതിനെ റീഡിഫൈൻ ചെയ്യുന്നത് പൗലോസിൻ്റെ ശ്രദ്ധയിൽ എന്തായാലും പെട്ടിട്ടുണ്ടാവും. അന്ന് പൗലോസ് യേശുവിനെ വെറുത്തിട്ടുണ്ടാവും. പക്ഷേ യേശു ആരാണെന്ന് ഉള്ളിൽ തിരിച്ചറിഞ്ഞപ്പോൾ പൗലോസ് പോലും ഓരോ ദിവസവും ഒരു ഉൾനാമ്പ് പോലെ അവൻ്റെ ഹൃദയത്തിൽ ഒരു വേദന എപ്പോഴും തോന്നിയിട്ടുണ്ടാവും. എൻ്റെ ഈ കർത്താവിനെ ദേഹത്തിൽ എനിക്കൊന്ന് കാണുവാൻ സാധിച്ചില്ലല്ലോ എന്ന്. അതുകൊണ്ട് നമ്മൾ ആരെയും വിധിക്കാനും എടുക്കാനും ഒന്നും പോകണ്ട. ന്യായപ്രമാണത്തെ വിധിക്കുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുന്നു. ന്യായപ്രമാണ കർത്താവും രക്ഷിതാവും ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു തന്നെ. അത് യോഹന്നാൻ ശ്ലീഹ ഇവിടെ പറഞ്ഞിട്ട് അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ വലിയൊരു വിധിത്തീർപ്പിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തൻ താൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ നമ്മൾ 7-ാം അധ്യായം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.